കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച പ്രമോ വിശേഷം നമ്മൾ കാണുന്ന ഗീതുവും ഗോവിന്ദും ഒന്നാവുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. കുറെ കാലമായി അവര് പ്രണയമൊക്കെ തുറന്നു പറഞ്ഞിട്ട് അവർക്ക് ഒന്നാവാനായിട്ടൊരു അവസരം കിട്ടിയിരുന്നില്ല. അങ്ങനെ അവസാനം അവർക്ക് ഒന്നാവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒത്തുവരികയാണ്. അങ്ങനെ അവര് എല്ലാം മറന്ന് ഒന്നാവുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ എങ്ങനെയെങ്കിലും അവർക്കൊന്ന് ഒന്നായാൽ മതിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഗീതുവിന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായി. ഗീത പറഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഗീതുവിന്റെ വീട്ടിലേക്ക് ഗോവിന്ദനെ കൂട്ടി അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് അവരങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാന്ന് ഓർത്തോണ്ട് ബെഡിലേക്ക് വന്ന് കിടന്നു. അങ്ങനെ ഗോവിന്ദ് പതുക്കെ ഗീതുവിനെ ഒന്ന് ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോഴത്തേനാണ് പെട്ടെന്ന് കഥകെല്ലാം മുട്ടുന്ന ശബ്ദം കേട്ടെ. തുറക്കട കഥകെന്ന് പറഞ്ഞ അലർച്ച ഒച്ചപ്പാടും ഒക്കെ. ഇതാരെ പോലും ഇത് ആകെപ്പാടൊരു ഞെട്ടലുണ്ടായി. അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലായിരിക്കും, വിനോദ് ഓഫീസിൽ പോയി കാണും, പിന്നെ ആരായിരിക്കും ഇനിയിപ്പം നാട്ടുകാരും മറ്റോ ആണോ? പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, ഗീതു ആരണ്ട് കഥയെ മുട്ടുന്നുണ്ട്, ഒച്ചപ്പാടും വേളം കേൾക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ വല്ല കള്ളന്മാര് വന്ന് തെറ്റിദ്ധരിച്ച് ആരെങ്കിലും വന്നാണോ? അതറിയത്തില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഗോവിന്ദൻ ഇവിടെ ഇരിക്കും, ഞാൻ നോക്കിയിട്ട് വരാന്ന് പറയണം. വേണ്ട, ഞാനും കൂടെ വരാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് ഭദ്രന്റെ അലർച്ചയൊക്കെ വിട്ടു. ദൈവമേ, അച്ഛനാന്ന് തോന്നല്ലോ എന്ന് ഗീതു പറയാ. പെട്ടെന്നാ തോന്നുന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് പറയണം. എന്തേലും കള്ളത്തരം പറഞ്ഞല്ലേ പറ്റുള്ളൂ. പെട്ടുപോയെന്ന് തോന്നേ. ആകെപ്പാടെ നാണം കെടും. സ്വന്തം വീട്ടിൽ ഒളിച്ചു കയറി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. എന്റെ ദൈവമേ, ആർക്കും ഈ വിധി ഉണ്ടാക്കരുതേ. ഇനിയിപ്പോ എല്ലാവരും മുന്നിൽ പോയി നാണം കെടണമല്ലോ എന്ന് ഓർക്കണം. അച്ഛൻ മാത്രമല്ല, കൂടെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നേ. ആരുടെയൊക്കെ വർത്താനം കേൾക്കുന്നുണ്ട്. ഈ സമയം ഭദ്രൻ കഥയെ മുട്ടിട്ട് വേണം തുറക്കടാ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും. വന്നിട്ടുണ്ടെന്ന് നിനക്ക് വെട്ടിക്കറോ, ആരടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, കഥ കടച്ച് കുറ്റിയിട്ടിരിക്കുന്നോ. ഈ സമയം നാട്ടുകാരും പറഞ്ഞു, പോലീസിനെ വിളിക്കുക, എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കുക, പോലീസുകാർ വരട്ടെ എന്ന് പറയാണ്. പെട്ടെന്ന് ഗീത പറഞ്ഞു, ഞാൻ തുറക്കാന്ന് പറഞ്ഞ് ഗീത അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പം ഗോതമ്പ് തുറക്കണോ? പിന്നെ തുറക്കാതെ ഗീതു അങ്ങനെ പോയി കഥ തുറക്കുക. കഥ തുറന്നു ഭദ്രനകത്തേക്ക് ഇരച്ചു കയറി. പെട്ടെന്ന് ഗീതുവിനെ കണ്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയി. മോളോ? മോളാണോ ഇതിന്റെ അകത്തായിരുന്നു? മോളായിരുന്നു ഇതിന്റെ അകത്തെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു, ആഹാ, ഇത് ഭദ്രേട്ടന്റെ മോളാണല്ലോ. എന്നിട്ട് ഭദ്രേട്ടൻ എന്താ പറഞ്ഞേ? കള്ളന്മാര് കയറി എന്നല്ലേ പറഞ്ഞേ? അല്ല, അത് പിന്നെ ഞാന് ഈ സമയമാണ് ഗോവിന്ദനെ കണ്ടേ. ആഹാ, മരുമോനും ഉണ്ടായിരുന്നോ? ആഹാ, മരുമോനും മോളും കൂടെ വന്ന് അകത്ത് കയറി ഇരുന്നേനാണോ ഭദ്രേട്ടൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുക. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം ഭദ്രൻ ചോദിച്ചു, അല്ല നിങ്ങൾ രണ്ടുവോ? ഇതെന്താ ഇവിടെ വന്നിരിക്കണെന്ന് ചോദിക്കാം. പെട്ടെന്ന് ഗീത പറഞ്ഞു, അത് ഹോസ്പിറ്റലിൽ പോയി അമ്മേനെ കണ്ടിട്ട് വരുന്ന വഴി വീട്ടുവരെ ഒന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് കരുതി. അപ്പൊ കീയൊക്കെയാ? കീ എനിക്ക് വെക്കുന്ന സ്ഥലം അറിയായിരുന്നല്ലോ അച്ഛാ, ഞാനത് കീ എടുത്ത് തുറന്നായിരുന്നു പറയും. ഓ, അങ്ങനെ വരട്ടെ കാര്യങ്ങള്. അല്ല, എന്ത് പറ്റി ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് ചോദിക്കാം. ഭദ്രൻ എന്തോ ഒരു വിശ്വാസക്കേട്, എന്തോ തരികിടയുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഇവിടെ വരേണ്ട കാര്യമില്ല, അതും താനില്ലാത്ത സമയത്ത്. പെട്ടെന്ന് ഗീത പറഞ്ഞു, അതെന്താ വെച്ചാ എനിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ആരുടെയും പെർമിഷൻ വേണമെന്ന് വെക്കാം. അല്ല, അമ്മ ഇവിടെ ഇല്ല, വേറെ ആരുമില്ല, ആരും ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്ന് കയറണമെങ്കിൽ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാണ്. ഈ സമയം ഗോന്ന് പറഞ്ഞു, ബാ നമുക്ക് പോയേക്കാം ഗീതു എന്ന് പറയാണ്. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ മരുമാനെ, എന്തായാലും വന്നല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം. ഗീത പറഞ്ഞു, ഇല്ലില്ല, ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടും കാര്യമില്ല. അല്ല, അച്ഛൻ ഇങ്ങോട്ട് വന്ന അമ്മയുടെ അടുത്ത് ആരാന്ന് ചോദിക്കാം. അമ്മയുടെ അടുത്ത് വിനോദ് വന്നിട്ടുണ്ട്, ആ സമയത്തല്ല ഞാൻ ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കുക. എന്നാ ശരി, ഞങ്ങൾ പോയേക്കോ എന്ന് പറയാണ്. പിന്നീട് ഗീതവും ഗോന്നും പെട്ടെന്ന് പോയി റെഡിയായി വന്ന് ഇറങ്ങി പോകണം. അപ്പൊ ഭദ്രന് ചില സംശയം, എവിടെ എന്തോ ഒരു ചെറിയ തരികടയുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് വരാത്ത മരുമോനും മോളുക, അവര് വന്നതിന് എന്തോ ഒരു കാരണം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ഗീത പറഞ്ഞ്, ആകെപ്പാടെ ചമ്മിപ്പോയി, ഇനിയിപ്പൊ എന്ത് ചെയ്യും, ആൾക്കാരൊക്കെ എന്ത് വിചാരിച്ചു കാണുമെന്തോ. ഈ സമയം ഗോന്ത് പറഞ്ഞു, ശരിയാ, ഇതിനേക്കാളും ആ വീട്ടിലെങ്ങാനും ഇരിക്കുന്നതായിരുന്നു. എന്ത് ചെയ്യാനാ, രണ്ടാനമ്മ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് ഗീത പറയാം. അതെ, ഒരു കാര്യം പറയാൻ ഗീതു, രാധികാമ്മനെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. രാധികാമ്മയ്ക്ക് അറിയത്തില്ലല്ലോ നമ്മൾ തമ്മിൽ ഇഷ്ടമാന്നുള്ള കാര്യം. രാധികാമ്മയുടെ വിചാരം ഇപ്പോഴും നമ്മൾ തമ്മിൽ ഉടക്ക എഗ്രിമെന്റ് കല്യാണത്തോടെ വെറുതെ ആ ഒരു എല്ലാവരും നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുവാന്ന് കരുതി രാധികാമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയണം. പിന്നെ അതൊക്കെ വിശ്വസിക്കണമെങ്കിലേ കണ്ണായിട്ടും വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കില്ല. രണ്ടാനമ്മയുടെ യഥാർത്ഥ സ്വഭാവം എന്തെങ്കിലും മനസ്സിലാവും, അന്ന് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗീതു ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയം രേഖയും രഞ്ജും കൂടെ ഇറങ്ങി വന്നു. ഗീതുവിന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ കാര്യമുണ്ടെന്ന്. രഞ്ജു വന്നിട്ട് എന്താ പറ്റി, മുഖം വല്ലായിരിക്കണം നിൽക്കി. ഒന്നുമില്ല എന്ന് പറയാം. രേഖ പറഞ്ഞു, എന്തോ കാര്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല എന്ന് പറയാണ്. ഈ സമയം രേഖ പറഞ്ഞു, എവിടുന്നോ എന്തോ തട്ടുകേട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നേ. രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരുന്നല്ലോ പോയത്, വല്ല സന്തോഷമായിരുന്നല്ലോ. തിരിച്ചു വന്നപ്പോ ആണ്ടേ അണ്ണാൻ ചപ്പിയതുപോലെ മുഖം ഇരിക്കുന്നു പറയാണ്. ഈ സമയം ഗീതു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പ്രിയയുടെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന രാധികാമ്മ ആകെപ്പാട് ടെൻഷനില്ല.
എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. 10 കോടി രൂപ അവള് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ 5 കോടി രൂപ ഭദ്രന് കൊടുത്താൽ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. 5 കോടി രൂപ കൊടുക്കണമെങ്കിൽ എങ്ങനെ 5 കോടി രൂപ ഉണ്ടാക്കും? 5 കോടി എന്ന് പറഞ്ഞ നിസ്സാര എമൗണ്ട് അല്ല. പക്ഷെങ്കിൽ ഇപ്പോഴെന്തേലും കാരണം പറഞ്ഞ് ഭദ്രനെ പറ്റിച്ച് കൂടെ നിർത്തണം. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാം. അനാർക്കലിയുടെ കാര്യത്തിലൊരു തീരുമാനമാവണം. പിന്നെ ഭദ്രനെ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ അതിനു മുമ്പ് അയാൾ പൈസ പൈസ എന്നും പുറകെ നടക്കും. എന്തേലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ. ഈ സമയം വരുമ്പോൾ ചോദിച്ചാൽ എന്താമ്മേ, അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണേ? എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം. ഇത് കേട്ടൻ രാധിക പറഞ്ഞത്, നിന്നോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിന്നോട് പറയും. അല്ല അമ്മ എന്തിനാ ഭദ്രനെ കാണാൻ പോയത്? അയാളുമായിട്ട് അമ്മയ്ക്ക് എന്താ ഡീലിങ്സ് ചോദിക്കുക. പെട്ടെന്ന് രാധിക പറഞ്ഞു, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. എനിക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. കാരണം ഗീതവും ഗോവും തമ്മിൽ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടക്കണം. അപ്പൊ അതിനെക്കുറിച്ച് ഭദ്രനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാന്ന് പറയാണ്. പക്ഷെ ഇത് വരുന്ന അങ്ങോട്ട് വിശ്വാസമായില്ല. പക്ഷെങ്കിൽ അമ്മ പറയുന്ന കള്ളത്തരമാണെങ്കിലും വിശ്വസിച്ചെന്ന് വരുന്നേ മതിയാകുള്ളൂ. പിന്നീട് വരും പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. എന്നിട്ട് വരുൺ അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം രാധികാമ്മയ്ക്ക് ഒരു ടെൻഷൻ. വരുണിന് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നേ. ഇനിയിപ്പോ എന്തെങ്കിലും സത്യങ്ങൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും നടക്കുവോ? ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അനാർക്കലിയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് അപകടം ചെയ്യുന്ന കാര്യമാ എന്ന് മനസ്സിൽ വിചാരിക്കുവാണ്. ഒരു കാരണവശാലും ആരും ഈ കുടുംബത്തിൽ അനാർക്കലിയെ കുറിച്ച് അറിയാൻ പാടില്ല. ഈ സമയം മുറിയിലേക്ക് ഇനിയിപ്പോ ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുക. ഒരു പക്ഷേങ്കില് ഭദ്രൻ എന്തിനായിരിക്കും അനാർക്കലിയെ കുറിച്ച് പറഞ്ഞേ? അനാർക്കലി അമ്മയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ കാണോ? അമ്മ തന്നോട് പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. ഗീതു കൂടെ ഉണ്ടായിരുന്നോണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കാതെ പോലും ഇരുന്നേ. പക്ഷേങ്കിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. എന്താണോ അത് കണ്ടുപിടിക്കണം. ഒരു പക്ഷേങ്കിൽ ആ സ്ത്രീ പറഞ്ഞ് ശരിയായിരിക്കോ? വിജയലക്ഷ്മി പറഞ്ഞേ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമോ? അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഗോവിന്ദന് മനസ്സിലുണ്ടാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ തന്നെ ഗോവിന്ദ് തീരുമാനിക്കുകയാണ്. ഈ സമയം ഗീതുവിന്റെ ഫോണിലേക്ക് വിജയലക്ഷ്മി വിളിക്കുക. വിജയലക്ഷ്മി വിളിച്ചപ്പോൾ ഗീത എന്താ കാര്യം ചോദിക്കും. അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? എവിടുത്തെ കാര്യങ്ങള്? അല്ല നിങ്ങളെ രണ്ടുപേരും പ്രണയം തുറന്നു പറഞ്ഞു ഒന്നായെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാ. പിന്നെ ഒന്നായി പോലും എങ്ങനെ ഒന്നാവാനായിട്ട് ഈ ആണ്ടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ പൊന്നമ്മേ, എങ്ങനെയെങ്കിലും ഒന്ന് ഞാനും ഗോവിന്ദേട്ടനും കൂടെ ഒന്നാം തീരുമാനിച്ചു കഴിയുമ്പോഴത്തേനും അതിന്റെ ഇടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാന്ന് പറയണം. ഓരോ പ്രശ്നങ്ങൾ എന്ത്? പുതിയ പ്രശ്നം ഇപ്പൊ രാധികാമയും പ്രിയ എന്ന് പറയണേ. പിന്നീട് കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ടതും വിജയലക്ഷ്മി ചിരിക്കുക. അതെ, ഇത്രയും കാലം അരികിലുണ്ടായിരുന്നല്ലോ, എന്നിട്ട് പ്രണയം തുറന്നു പറഞ്ഞുമില്ല, ഒന്നായതുമില്ല. ഇപ്പോഴാണ്ടേ രണ്ടുപേരോട് ഒന്നാ ശ്രമിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഇതാ പറയുന്നേ. അതെ, ദൈവമായിട്ട് തന്ന ശിക്ഷയാന്ന് കൂട്ടിക്കോളം പറയാം. ഇത് കേട്ടൻ ഗീത പറഞ്ഞു, ഇതേ അല്ലെങ്കിൽ തന്നെ മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാന്ന് പറയാം. വിജയലക്ഷ്മി പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വസ്ഥതയോടെ സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ആ രാധിക എന്ന് പറയുന്ന അവളുണ്ടല്ലോ, അവൾ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രം ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയാം. പെട്ടെന്ന് ഗീത പറഞ്ഞു, ശരിയാ അമ്മ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവർണയ്ക്ക് ആ തെളിവ് എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ വീഡിയോ കണ്ണേട്ടനെ കാണിക്കുകയാണെങ്കിൽ കണ്ണേട്ടൻ വിശ്വസിച്ചാനും. അല്ലാത്ത പക്ഷെ ഒരു കാരണവശാലും കണ്ണേട്ടൻ ഒന്ന് വിശ്വസിക്കുമെന്ന് തോന്നില്ലെന്ന് പറയാം. വിജയലക്ഷ്മി പറഞ്ഞു, അതിനൊരു മാർഗമുണ്ട്. ഇനിയിപ്പം മോള് പറയുന്നൊക്കെ അവൻ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നാവണം. ഒന്നായാൽ മാത്രമേ നീ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുള്ളൂ. അങ്ങനെ ഗോവിന്ദനെ നീ നിന്റെ വരുതിക്ക് കൊണ്ടുവരണമെന്ന് പറയാം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, നോക്കട്ടെ എന്ന് പറയാണ്. ഫോണൊക്കെ വെച്ച് പിന്നീട് ഗീത ഉറങ്ങാൻ കിടക്കുക. ഗീതനും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇപ്പുറം ഗോവിന്ദനാളും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒന്നാവാൻ ഓർത്ത് പോയതാ. പക്ഷെ എന്ത് ചെയ്യാനാണോ? ഇത്രയും കാലം ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നീട് പതുക്കെ ഒന്ന് മയങ്ങുവാണ് ഗോവിന്ദ്. ആ സമയത്താണ് ഗോവിന്ദ് പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റു. കാരണം തനിക്ക് വയസ്സും പ്രായമായി, അതുപോലെ തന്നെ ഗീതുവിനും. പക്ഷെ ഇതുവരെയായിട്ട് ഒന്നാവാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റപ്പോ ഗോവിന്ദിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അധികം വൈകാതെ തന്നെ താനും അവളും കൂടെ കിളവിയായപ്പോലും തന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അവളുടെ ആഗ്രഹങ്ങളും നടക്കാൻ പോകുന്നില്ല. ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവളെ സ്വന്തമാക്കണം. അതുപോലെ തന്നെയാണ് ഗീതുവിന്റെ മനസ്സിലും. ഗീതുവും പല പല സ്വപ്നങ്ങളൊക്കെ കാണുവാണ്. പിന്നീട് നേരം വെളുത്ത് എഴുന്നേറ്റപ്പോ തന്നെ ഗോവിന്ദ് ഗീതുവിന്റെ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ നമുക്കൊരു യാത്ര പോയാലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീത പറഞ്ഞു, യാത്രയാ? എങ്ങോട്ട്? അതൊക്കെ ഉണ്ട്. അല്ല ഗോവിന്ദേണ്ട എന്താ ഉദ്ദേശം? എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്കേ ഇവിടെയല്ല, ഇച്ചിരി മാറി ഇവിടെ റിസോർട്ട് റൂം എടുത്താലോന്ന് ചോദിക്കുക. റിസോർട്ട് റൂമാ? അതെ, ഞാൻ നോക്കിയിട്ട് ഇപ്പൊ അത് മാത്രം ഒരു വഴി കാണുന്നുള്ളൂ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മളെ രണ്ടുപേരും എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും നമ്മുടെ ഈ കാവൽക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് സംസാരിക്കാനോ ഒന്നും മിണ്ടാനോ പോലും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് ഗീത പറഞ്ഞു, അതൊക്കെ നടക്കുവോ? രണ്ടാനമ്മേനെ പേടിയല്ലേന്ന് ചോദിക്കും. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞ എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. ഓഹോ, അപ്പൊ ഞാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലേന്ന് ചോദിക്കുക. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞതിന് സമ്മതമാണോ അല്ലേന്ന് പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്,
പ്രിയമോളോട് എന്ത് പറയുന്നു ചോദിക്കാം. ആന്റി കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് രണ്ടുപേർക്കും ഒന്നായിട്ട് പോകണ്ട. നമ്മൾ രണ്ടുപേരും ഒന്നായിട്ട് പോകുമ്പോഴല്ലേ എല്ലാവരും സംശയിക്കുള്ളൂ. രണ്ടുപേരും രണ്ട് സമയത്ത് ഇറങ്ങിയാൽ മതി. പക്ഷെ നമ്മൾ ഒരിടത്തേക്കാ പോകുന്നതെന്ന് പറയേണ്ട കാര്യമില്ല, അറിയാലോ. നീ വേറെ എന്തേലും കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണം. അതുപോലെ തന്നെ ഞാനും എന്തേലും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞിറങ്ങും. ഞാൻ വിളിച്ച റിസോർട്ട് റൂമൊക്കെ നേരത്തെ സെറ്റ് ചെയ്തേക്കാം. നമുക്കൊരു 2 ദിവസത്തെ ട്രിപ്പ് അങ്ങോട്ട് വെച്ചേക്കാന്ന് പറയാം. ഇത് കേട്ടത് ഗീത ഭയങ്കര സന്തോഷമായി. പിന്നീട് ഗോവിന്ദ് അത് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ്. പിന്നെ ഗീത നേരെ മുറിയിലേക്ക് ചെല്ലുക. മുറിയിലേക്ക് ഗീത ആലോചിച്ചു, 2 ദിവസം താനും കണ്ണനും തന്നെ എന്ത് രസമായിരിക്കും അല്ലേ. അങ്ങനെ പല പല ചിന്തകളും ഗീതന്റെ മനസ്സിലൂടെ കടന്നു പോവാ. അങ്ങനെ ഗീത വലിയൊരു കള്ളമൊക്കെ പറഞ്ഞ് ഗീത വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് രഞ്ജുവിനും രേഖയ്ക്കും മനസ്സിലായി, കാരണം ഒന്നാകാനായിട്ട് രണ്ടുപേരും കൂടെ പോകുന്ന പോക്കാണ്. പ്രണയം തുറന്നു പറഞ്ഞാലും അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ അതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പോകാൻ പോകുന്ന പോക്കാന്ന് മനസ്സിലായി. അങ്ങനെ ആദ്യം ഗോവിന്ദ് ഇറങ്ങി വീട്ടിൽ നിന്ന്, പിന്നീട് ഗീതു ഇറങ്ങുവാണ്. അങ്ങനെ കുറെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അജാസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അജാസിന്റെ കൈ വണ്ടി തിരികെ കൊടുത്തിട്ട് ഗീതവും ഗോവിന്ദും കൂടെ റിസോർട്ടിലേക്ക് പോവാം. അങ്ങനെ റിസോർട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഗീത ഭയങ്കര സന്തോഷത്തിലായിരുന്നു, അതുപോലെ തന്നെ ഗോവിന്ദും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർക്ക് നല്ല ട്രീറ്റ് ഒക്കെ കിട്ടിയത്. പക്ഷെ രാധികാമ്മയ്ക്കോ ആർക്കും അറിയില്ലായിരുന്നു രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് പോയെന്നുള്ള കാര്യം. ഗീത പറഞ്ഞ ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവാന്നും പറഞ്ഞുകൊണ്ടൊക്കെയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദിന് ഒരു കാര്യം മനസ്സിലായി. ഇത്രയും കാലം താൻ ഉള്ളിൽ ഒരുക്കി വെച്ച ആ ഒരു സ്നേഹം, ആ ഒരു സന്തോഷം, അത് എത്രമാത്രം വലുതാന്നുള്ള കാര്യം, താൻ ഇവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗീതു ആ സന്തോഷമൊക്കെ തിരിച്ചറിയുമായിരുന്നു. കുറെ കാലം കൂടി മനസ്സിൽ ഉള്ളിൽ ഒളിപ്പിച്ചുള്ള ആ സ്നേഹമല്ലേ. അങ്ങനെ മുറിയിലേക്ക് കയറി ചെന്നോടനെ ഗോവിന്ദ് ഗീതനെ കെട്ടിപ്പിടിക്കുവാണ്. പിന്നീട് ഗീതനോട് കുറെ സമയം സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ അവരെ ഒന്നാവുകയാണ്. അവരുടെ ആദ്യ രാത്രി അവർ റിസോർട്ടിൽ വെച്ച് ആഘോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഇനിയിപ്പോ പറയാൻ പറ്റില്ല ഇതിനിടയ്ക്ക് എന്തേലും പാരമായിട്ട് രാധികാമ്മ വരുമെന്ന്. ഇനിയിപ്പോ എന്തൊക്കെ പാര വന്നാലും ശരി, അവർ രണ്ടുപേരും ഒന്നാവുന്നുള്ള കാര്യം ഉറപ്പാ. അതിന്റെ പ്രമവിശേഷങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പം നീട്ടിക്കൊണ്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും അവർ രണ്ടുപേരും ഒന്നാവുന്നതിന്റെ ആ നല്ല നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ഇനിയിപ്പോ അനാർക്കലി ജയിലിൽ നിന്ന് ഇറങ്ങും. ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേന് രാധികാമ്മയ്ക്ക് നല്ല 8ന്റെ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവര് വെറുതെ ഇരിക്കത്തില്ല. 10 കോടി രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആ പൈസ എന്തായാലും രാധികാമ്മ ഉണ്ടാക്കി കൊടുക്കത്തില്ല. അങ്ങനെ രാധികാമ്മ ഉണ്ടാക്കി കൊടുക്കാതെ വരുന്ന കഴിയുമ്പോഴത്തേനും നേരെ ഗോവിന്ദന്റെ അരികെ വന്ന് അവർ കാര്യങ്ങളൊക്കെ പറയും. രാധികാമ്മയുടെ കള്ളത്തരമൊക്കെ അവര് തിരിച്ചറിയും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.